അത് ശരി. അയ്യോ, അത് ഭയങ്കര സംഭവമായി പോയല്ലടാ. ശ്രീകുമാരന്റെ വരുന്നുണ്ടാ പുള്ളിയുടെ ദുബൈയിലെ ഹോട്ടലൊക്കെ ആണോ? അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, ഹരിപ്പാടാണ് കൂടുന്നതെങ്കിൽ അവിടുന്ന് രൂപേഷ് വന്നിട്ടുണ്ട്. ആ അപ്പൊ ശ്രീകുമാരൻ, രൂപേഷ്, റഹീതൻ, നിബു, പൊളി. ഓ, ശ്രീകുമാരനെ പിന്നെ അടിപൊളി. ജാക്ടാനിയല്ല മുമ്പൂ ഞാൻ അടിച്ചിട്ടില്ല. അത് ഭയങ്കര വില കൂടിയ സാധനമല്ലേ. അപ്പൊ രണ്ട് ദിവസം ലീവ് എടുത്ത് വരാം. അല്ലെങ്കിൽ ഇവിടെ മഴ നനഞ്ഞിരിക്കാറുണ്ടാ. ഞാൻ അവിടെ സംസാരിച്ചത് അവിടെ കയറി ഇരുന്ന് ബാക്ക് പോന്ന് നനഞ്ഞ്. അപ്പൊ 2 ദിവസം എടുക്കാം. ഓ അയ്യോ ഇല്ലേ. എന്തിനാ ചെറുക്കൊക്കെ ഇതൊക്കെയാണ്? ഒന്നുമില്ല അമ്മ. എന്തിനാ നീ ഓടിയത്? നീ എന്തിനാ ഓടിയതെന്ന്? അല്ല, സ്കൂളിലെ ഓട്ട മത്സരം ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ പ്രാക്ടീസ് ചെയ്തത്. സ്കൂളിന്റെ ഓട്ട മത്സരോ? അതെന്താ പ്രാക്ടീസ്? അത് ഒറ്റയ്ക്ക് ആരെങ്കിലും ഓടി പഠിക്കുവോ? അല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തത്. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇല്ല, ഒരു കള്ളത്തരം ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. ഇല്ല. നിന്റെ മുഖം കണ്ടറിയാലോ. അമ്മേനോട് പറ. ഞാൻ എന്ത് ഓടി കളിച്ചാലും എന്തെങ്കിലും കളിച്ച അമ്മ ഇത് തന്നെ പറയും, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെന്ന്. നിന്റെ സ്വഭാവം അതായതുകൊണ്ടാ. അമ്മ കുറച്ച് വെള്ളം, ഞാൻ ശരിക്കും വെള്ളം കുടിക്കാനാ ഞാൻ വന്നേ. ചേടാ, ഇത് ഭയങ്കര ദാഹവും കളിയായി പോയല്ലോ ഇത്. അവിടെ തമ്പുരാനറിയാം ഓട്ടമായിരുന്നോ ചാട്ടമായിരുന്നോ എന്ന്. വിശപ്പൂല്ല, ദാഹമില്ല. നീ എന്തേ കഴിക്കാത്തെ? നീ എന്തേ കഴിക്കാത്തെ? അത് വിശക്കാത്തത് ചെല്ലത്. എന്താണ്? പോലീസ് മേളക്ക് പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനം തന്നെയാണ് എനിക്കിത്. ഞാനാ? നീ എന്തിനടി എന്നെ നോക്കുന്ന? ഞാനൊന്നും പൊട്ടിച്ചില്ല. എന്റെ പൊന്നമ്മ അമ്മേനെ നോക്കിന്ന് വെച്ചിട്ട് അമ്മയാണ് പൊട്ടിച്ചെന്ന് പറഞ്ഞ. നിങ്ങൾ 2 വർത്താനം കേട്ടപ്പോ എനിക്ക് എന്നെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. എന്റെ ഏട്ടൻ ഞങ്ങളല്ല പൊട്ടിച്ചത്. അല്ല, എനിക്ക് അറിയാത്ത ഇവിടെ വേറെ ആരാ വരുന്നത്? എടി, എനിക്ക് പ്രസംഗ മത്സരം സമ്മാനം കിട്ടിയ കപ്പാണിത്. ഞാൻ പൊന്നു മത്സരം കപ്പ് ഇത് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് പൊട്ടിച്ചത് മര്യാദക്ക് പറയണം, ഞാനാണ് പൊട്ടിച്ചത്. പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന് നിർത്തിക്കേ. ഒരു കപ്പല്ലേ പൊട്ടിയുള്ളൂ. നിന്റെ വർത്താനം കേട്ട ബോംബ് പൊട്ടിയ പോലെയാണ്. കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നത്. പോലീസ് മേളക്ക് പ്രസംഗ മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയത്. നോക്ക് എന്നെ, എത്ര രസമായിരിക്കും നോക്ക്. നമുക്ക് ഒട്ടിക്കാലോ. അല്ല, സൂപ്പർ അപ്പൊ പിന്നെ ഇതുവഴി ചായ വിളി പോവില്ലേ? എന്റെ കനക വേറൊരു കപ്പ് എടുത്ത് ചായ കുടിക്കണം. 1ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ ഇങ്ങനെ നീ കാണിക്കണം. ഇതിനുള്ള മറുപടി. ഒരു സാധനം പൊട്ടിച്ചിട്ട് ഏട്ടനാണ് സത്യം. എനിക്കിതിൽ പങ്കില്ല. പിന്നെ ആരാ പൊട്ടിച്ചത്? ഞാനാണ് സത്യം. ഞാൻ എന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞതും കേട്ടതും അല്ല. സൗണ്ട് പോലും കേട്ടില്ല. ഞാനല്ല, ഞാനിങ്ങോട്ട് വന്നില്ല. പിന്നെ ആര് വന്നു? ചിലപ്പോ ഒരാളെ പിടികിട്ടും. എന്റെ പൊന്നെ, തക്കുടുവാണോന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. അവൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ചിലപ്പോ അവനായിരിക്കും. പിള്ളേരല്ലേ, ഇനി അതിന്റെ പുറകെ നടക്കല്ലേ. പോട്ടെ. പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനം കിട്ടിയ നോക്കട്ടെ. പോലീസുകാരെല്ലാം അവിടെ തന്ന് സർക്കിളാ തന്നെ എനിക്കിത്. അവന്റെ ഫോട്ടോയും ഉണ്ട്. ഇങ്ങനെ വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഞാൻ ഒട്ടിച്ചേരാം. ഇതിന്റെ മറ്റേത് എവിടെ പോയി? എന്നാ പറയണ്ടേ പൊട്ടിയെന്ന്? പേടിച്ചു പോയി കാണുമെന്ന്. കൊച്ചാണെങ്കിലും ഇത് ഇരിക്കത്തില്ല കേട്ടാ. ഇത് പോയി. ഇതിന്റെ ഒരു കഷ്ണം എന്തേ? കിട്ടി. നോക്കട്ടെ. തൊട്ടമ്പി തൊട്ടൂല.
ഇത് കൂടെ വെച്ച് പിടിപ്പിച്ചോ. അമ്മ വെറുതെ കൈ മുറിക്കണ്ട. അവിടെ വെക്ക്. നടക്കത്തില്ല. പോയേട്ടാ. ഒക്കൂലേ? വെറുതെ ഇങ്ങനെ ഒട്ടിച്ച് വേടിയത്. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം ഇവിടെ എവിടെയെങ്കിലും. എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഏട്ടാ? എനിക്കറിഞ്ഞടാ. ഇനിയിപ്പൊ പോട്ട്. ഇനിയിപ്പൊ എന്തോ ഇങ്ങനെ പറയാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മ. തക്കടു നോണ പറഞ്ഞ അറിയാലോ. നാക്ക് പുറത്തോട്ട് ഇറങ്ങി നീണ്ട് വളർന്ന് കഴുത്തേല് ചുറ്റി ഞെക്കി കൊല്ലും. അച്ഛനെ അമ്മേനെ ഒന്നും കാണാൻ പറ്റില്ല. പറ, അമ്മ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീ കപ്പ് എടുത്തില്ലേ? ഇല്ല നീ അപ്പൊ കപ്പ് കണ്ടിട്ടേ ഇല്ലേ? ഇല്ല. അപ്പൊ പിന്നെ നീ എന്തിനാ ഞാൻ അടുക്കളയിൽ നിന്ന് ഓടിപ്പാഞ്ഞങ്ങോട്ട് വന്നത്? ഞാൻ ഓടി കളിച്ചോണ്ടിരിക്കുന്നു അമ്മയടുത്ത് ഞാൻ പറഞ്ഞില്ലേ. അല്ലാതെ കപ്പ് പൊട്ടിച്ചിട്ട് വന്നതല്ല അല്ലേ? അല്ല. ശരി, ഡാഡിന് വരട്ടെ. ഡാഡി വന്നിട്ട് നിനക്ക് 2 അടി തരുമ്പോ നീ സത്യം പറയും. അമ്മ ഉണ്ടായിരുന്നു അമ്മ. പിന്നെ എന്തൊന്നും മിണ്ടാതിരിക്കാൻ? നീ എന്തിനാ നോണ പറയണേ? ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ ഇങ്ങനെ തന്നെയല്ലേ പറയുന്നേ. അപ്പൊ നീ അല്ലേ പൊട്ടിച്ചതപ്പോ? അമ്മ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ വല്ല പൊട്ടിച്ചേന്ന്. ഞാൻ അല്ല പൊട്ടിച്ചേ. നീ ഇനിയിപ്പോ അതിനു വേണ്ടി വലിയ കരച്ചിലൊന്നും കരയണ്ട. എന്ത്? ആ, ഞാൻ അല്ല പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലേ. എന്തിനും പറഞ്ഞ ഉടനെ അങ്ങ് പൂങ്കണ്ണീര് ഒലിപ്പിക്കും അങ്ങോട്ട്. മതി 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 മതി. കളിക്കാൻ പൊക്കോട്ടാ. ഓക്കെ. നീ തടുപ്പു മൂത്രമൊഴിക്കാൻ മുട്ടണമ്മ. തകര തകര തന്ത കഥ തന്ത കഥ. വൈറ്റ് കണ്ടു എന്ന് ആരും കാണാതെ കള്ള 6 വഴി. ഈ പെണ്ണിലെ പെട്ട വഴി. വൈറ്റ് സാധനം. വൈറ്റാ? നിനക്കെന്തിനാ? വൈറ്റൊന്നുമില്ല. നിനക്ക് എന്തിനാ കുഴപ്പമുണ്ടോ നിനക്ക്? ഞാൻ വിചാരിച്ചു നീ വിചാരിച്ചേ മറ്റേ വെള്ള വെള്ളം കുടിക്കാൻ പറ്റും. നീ ഞാൻ അറിഞ്ഞില്ലത്. എന്തറിയില്ല? ഒരാള് വെള്ളം കുടിച്ചിട്ട് ബാക്കിൽ നിന്ന് ഇക്കളിയാക്കണ നീ. ഇല്ല ഇങ്ങനെ തറക്കാനോ കളടാ. എന്ന് വെച്ചപ്പോ ഇങ്ങനൊക്കെ പറയുന്നത് ഞാൻ നീ പോ. അതിന് മാത്രം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തോണ്ടിയാൽ എന്നെ പോയി. അല്ല അച്ഛൻ പോയെന്ന്. ആര് പോയ വരെ പോണ്ടത് പോയല്ലോ. എത്ര ആഗ്രഹിച്ചു വെച്ചിരുന്ന സാധനം ഇവിടെ അത്. എന്നെ അറിയത്തില്ല, എന്റെ തനി സ്വഭാവം അറിയത്തില്ല. കൊടങ്ങാടെ പണി ഞാൻ ജീവിച്ച രീതിക്കാണെങ്കിൽ ഞാൻ പിടിച്ച് കിടത്തിയിട്ട് 2 കൈയും പിടിച്ച് അകത്തി വെച്ചിട്ട് ഇങ്ങനെ ഞാൻ വലിച്ചു കയറും. എന്നിട്ട് കൈഞ്ഞോട്ട് പിടിച്ചിട്ട് ചന്ന പിന്നെ ഓടിക്കും. അയാളുടെ വാൾപ്പള്ളക്കുന്ന കുടലുമാല കുറച്ചെടുത്ത് ചന്ന പിന്നെ നോക്കി ചോരയിൽ മുക്കി ഞാൻ എറി. വേണ്ട നോക്കുമ്പോ വഴിയെ പോയാലും അയ്യത്തൂടെ പോയാലും എല്ലാത്തിനും റൊണാൾഡോ നെഞ്ചത്ത്. എന്തിനാ ഞാൻ എന്റെ ചിരിച്ചു കിടക്കുന്നേ? എന്നോട് എന്റെ പെങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്താടാ റൊണാൾഡേ? നിങ്ങൾ ഈ നടന്നതിന് നിങ്ങൾ മറുപടി പറയണം. എന്താടാ? സംയമനം. ഇരിക്കട്ടെ. നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ എന്താടാ റൊണാൾഡേ? ആ വീട്ടിലെ ഗൃഹനാഥൻ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ ഗൃഹനാഥൻ മോശമായിട്ട് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണോ? ശ്വാസം പോലും ഇട്ടിട്ടില്ല. ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആ സിറ്റുവേഷൻ എന്ത് ചെയ്യും? നിന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഇപ്പൊ പറഞ്ഞു. തങ്കം ചേട്ടത്തിയാണ് ആ സിറ്റുവേഷനെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നീ എന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിന്റെ വായിക്കാത്ത എന്താ കൊഴുക്കട്ട കയറിയിരിക്കുവായിരുന്നോ? നല്ല 4 വർത്താനം പറയാൻ ഞാൻ എന്താ ഒരു കാരണമില്ലാതെ ഒരാളെ എന്തിനു ചീത്ത പറയുന്നത്? ആണേ,
ആണ്. പറയാമല്ലോ. ഒരു കുഴപ്പമില്ല, പറയണം. ആരാണെങ്കിലും പറയാമല്ലോ. ആരാണെങ്കിലും പറയും. ഞാനായിരുന്നുണ്ടല്ലോ മോന്തിക്കിട്ടൊരെണ്ണം കൊടുത്തിട്ടേ പോലും. കൊടുക്കും. എങ്കിൽ ചെന്ന് പുന്നാരാങ്ങളെടുത്ത് പറ, ആവശ്യമില്ലാതെ എൻ്റെ ഒടപ്പുറം തന്നെ മുകളിൽ വെച്ച് കാരണം പോലും പറയാതെ എന്നോട് അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ തന്നെ ഇതായിരിക്കും ആങ്ങളുടെ അവസ്ഥ. കനകനാണ് ഈ കിടക്കുന്നത്. അതെ, കനകന്റെ ഓരോ ശരീരമാണ്. തല, വൻകുടല്, കിഡ്നി, കമ്മിണി, മൂത്രസഞ്ചി, ഇതേപോലെ ഞാൻ പിച്ച് പറിച്ചിടും. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കൊടങ്ങാമളെ സ്വഭാവം എന്താണ് എലിപ്പിനെടുത്ത് വെച്ചാൽ മതി. ആ, അവൻ അങ്ങനെ നിന്നെ പറഞ്ഞിട്ട് നീ അങ്ങനെ കേട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല റൊണാൾഡോ. ഒരാവശ്യമില്ല. അത് ചോദിക്കണം. ചോദിക്കണമല്ലോ. അത് അല്ല, ഇപ്പൊ ചോദിക്കണ്ട, സമയം കിട്ടുന്നവരെ ചോദിച്ചാൽ. അല്ല, ഞാൻ ചെന്ന് ചോദിക്കണില്ല. അവൻ ഇങ്ങോട്ട് വിളിക്കാം. നിന്റെ മുമ്പിൽ വെച്ച് അവനെ ഞാൻ ചോദിക്കണം. അത് വേണ്ട. അത് സമയവും സന്ദർഭം നോക്കിയിട്ട് തങ്ങച്ചെടുത്ത് ചോദിച്ചാൽ. അല്ല, എന്നാലും ഒരു കാര്യം ഈ പാവപ്പെട്ടവൻ അങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? നീ വന്നേ. അല്ല, അതിപ്പോ ചോദിക്കണ്ട. നീ ചോദിക്കേണ്ട സമയം കിട്ടുന്ന പോലെ സന്ദർഭം അനുസരിച്ചിട്ട് ചോദിച്ചാൽ മതി. പക്ഷെ നിനക്ക് നല്ല വിഷമമില്ലേ? വിഷമം തീർത്തല്ലോ. പക്ഷെ ഇനി ഇതേപോലെ ആവർത്തിക്കരുത്. പണ്ടോടെ ഇതുവരെ രണ്ടായില്ലേ. നല്ലൊരു ചായ എടുക്കട്ടെ. ചായ മാത്രം പോരാ, കാര്യമായിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണം. എനർജി മൊത്തം പോയി. എന്തിന്? എന്റെ ലില്ലിപ്പണ്ണിന്റെ കഴുത്ത് മിന്നിയാർത്തിയവനായി പോയി. പെട്ടെന്ന് വേണം. ഒരു പ്രാവശ്യം പറഞ്ഞു, മനസ്സിലായി. കഴിഞ്ഞില്ലേ? അതിന്റെ വങ്ങളല്ലേ ഇങ്ങനെ വരൂ. നീ അവിടെ എന്ത് ചെയ്യണു? ഞാൻ ഇവിടെ ഒരു കുടി ഒഴിയാണ് കളിക്കാനേ. ഒറ്റയ്ക്കാ? നല്ല സയ്യൊക്കെ അവിടെ? എനിക്കറിഞ്ഞൂടാ. പിന്നെ നീ ഇവിടെ വന്നിരുന്ന കുഴി കുത്തണ എന്തിനാ? ചുമ്മാ. എന്തോ കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല. പിന്നെ ഇതെന്തോ ഇത്? ഞാൻ ഓടി കളിച്ച കുഴപ്പം, കുഴി കുത്തിയ കുഴപ്പം, കളിച്ച കുഴപ്പം. ഇതെന്തോ ഇത്? തങ്കം, ഇങ്ങോട്ടൊന്ന് വന്നേ. ഡാ, സത്യം പറഞ്ഞോ, നിന്റെ അമ്മ ഇപ്പം വരും. സത്യം? ഞാൻ കളിക്കാൻ വേണ്ടി കുഴി കുത്തുന്നതാ. ഞാൻ കട വരെ പോയത് കുറച്ച് സാധനം വാങ്ങിക്കാനേ. എന്താ വിളിച്ചേ? എന്തോ അവ അവിടെ എന്തോ വേലത്തിൽ ഒപ്പിക്കണുണ്ട്. ഒറ്റയ്ക്ക് എന്നിരുന്നു. നീ എന്തിനാ പറമ്പിൽ വന്ന് നിക്കണേ? അയാ കളിക്കാൻ വേണ്ടി കുഴി കുത്തണത്. എന്ത് കളിക്കാൻ? അതൊരു കളി കളിക്കാൻ. എന്റെ പൊന്ന് സുലിച്ചേച്ചി, ഇപ്പൊ ദേ മേലും കഴുകി ഉടുപ്പ് മാറ്റി ഞാനും ഒന്ന് മേല് കഴുകി വന്നേ ഉള്ളൂ. ഈ ചെറുക്കന്റെ പുറകെ നടന്ന് ഇവനെ തല്ലിയെന്ന് വേണ്ട തങ്കം, പിള്ളേരല്ലേ എന്തേലും. പിള്ളേര് ഇവൻ ചെയ്ത പണിയേ. നിന്നെ ഞാൻ അങ്ങോട്ട് പോവേണേ. പോണാ? എന്താണ് ഇവിടെ പരിപാടി? എന്താ പരിപാടി? എന്തിനീ കുഴി? ഇതാണാടാ കളിക്കാനാണ്? ഇവിടെ എന്താണ് നീ കുഴിച്ചിട്ടത്? ഈ മണ്ണിൽ ഇങ്ങനെ കളിക്കേണ്ട കാര്യമുണ്ടാ? നിനക്ക് എന്തീ ഒറ്റയ്ക്ക് പരിപാടി? എന്താ ഇവിടെ? നിന്നോട് ഞാൻ അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? സത്യം പറഞ്ഞോ, മാമന്റെ കപ്പ് നീയാണോ പൊട്ടിച്ചത്? നോണ പറഞ്ഞ നാക്ക് നീണ്ട് വരും. നീ ചെയ്തോ? ചെയ്തെങ്കിലേ മാമന്റെ അടുത്ത് പോ. മാമൻ അവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. കപ്പ് പൊട്ടിപ്പോയിന്ന് പറഞ്ഞു. കുഞ്ഞാണ് ചെയ്തെങ്കിൽ പോയി പറ. ഞാൻ ചെയ്തില്ല. ഇനി ഈ പറമ്പിൽ നിന്ന് മാമന്റെ പൊട്ടിയ കപ്പ് കിട്ടരുത്. കിട്ടുവോ? എക്കിളെടുക്കണില്ലേ നിനക്ക്? എക്കിളെടുക്കണില്ലേ? കള്ളത്തരം ചെയ്യണം. കട്ട് തിന്നാലാണ് എക്കിളെടുക്കണത്. കട്ടോ? നീ കട്ടു? ഇവിടെ നിന്നാലേ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വന്ന് വല്ലതും മറ്റിപ്പോയ അമ്മ അറിയൂ. അമ്മ അടുക്കളയിലല്ലേ. ചെല്ല്, ഒക്കെ അകത്ത് പോയിരുന്ന് കളിക്കട്ടാ.
പൊട്ടിയതെവിടെ? ആ ഇല്ലില്ല ഞാന് വേറൊരാളായി ആ അല്ലല്ല നമ്മളത് പറയേണ്ട കാര്യങ്ങളല്ലേ അത് ഇല്ലല്ല അമ്മപ്പോ ഞാൻ രാവിലെ വരണമെന്ന് കരുതി, പക്ഷെ രാവിലെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വന്ന് പത്രം നോക്കിയപ്പോൾ പുറത്ത് പത്രം കണ്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പത്രം ഇരിക്കുന്നു. അപ്പോൾ പത്രം എടുത്ത് വായിക്കാം. കനക, ഞാനും വന്നപ്പോ ഈ കപ്പ് ശ്രദ്ധിച്ചടാ. എന്തായാലും നിന്റെ പടം വെച്ച കപ്പ്. എന്താ കാലത്തിന്റെ ഒക്കെ ഒരു പോക്കേ. ഞാൻ ആ അത്ഭുതപ്പെട്ടു. ഇപ്പൊ ഇങ്ങനെയൊക്കെ കപ്പ് ഇറക്കാൻ പറ്റൂല്ലേ? ഇത് എവിടുന്ന് കിട്ടിയത്? നല്ല രസമുണ്ടല്ലോ ഇത്. എന്താലേ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂല്ലേ? ഒരു മിനിറ്റ് വിശ്വസിച്ചു. പൊട്ടിയത് ഇവിടെ തന്നെയാണല്ലോ വെച്ചിരുന്നത്. അതല്ലേ തപ്പിയത്? പൊട്ടിയതൽ പൊട്ടിച്ച് ആരാ പൊട്ടിച്ച? ഒരു കയ്യബദ്ധം. ആ പത്രം പഠിക്കുക, പിന്നെ അവിടെ നോക്കിയാൽ കിട്ടുമോ? ചില ദിവസം പുറത്ത്, ചില ദിവസം അകത്ത്. കനകന്റെ കിട്ടും. വരച്ചതാ പെയിന്റല്ലോ. കൊള്ളാലോ. പ്രായത്രേ? എന്തേ? എല്ലാവർക്കും മര്യാദ വേണ്ടേ? അറിയാതെ പറ്റിയതല്ല. പറഞ്ഞിട്ട് വെക്കൂടെ? നിന്റെ സ്വഭാവം എനിക്കറിയാലോ. അതുകൊണ്ട് ഞാനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ പോലീസ് മുറിയിലെ പ്രായത്തൊന്നും ഇതൊക്കെ പറയുമല്ലോ. ഇനി പറയൂലേ? ഇനിയും പറയൂ. പിന്നെ ഞാൻ പരിഹാരം ചെയ്തില്ലേ? ആ ഫോട്ടോയിലൂടെ നോക്കിയാണ് നിന്റെ ഫോട്ടോ. ഇത് അതും നിന്റെ ഫോട്ടോ. എത്രയോ നല്ല ഫോട്ടോ ഉണ്ട് എൻ്റെത്. ഉള്ളതിൽ ഏറ്റവും നല്ല ഫോട്ടോ ആണ് വെച്ചേക്കരുത്. ഈ കപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. കയ്യബദ്ധം പറ്റിയപ്പോൾ നിന്റെ വായിലിരിക്കിട്ട് കേൾക്കാൻ വേണ്ട ഞാൻ കടയിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ഫോട്ടോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫോണിൽ ഏറ്റവും നല്ല നിന്റെ ഫോട്ടോ അതാ. ആ ഇതേപോലത്തെ ഫോട്ടോ അത്.